പലപ്പോഴും താങ്കളുടെ വീഡിയോകളിൽ ഈ 1 കോടി, ആദ്യത്തെ 1 കോടി എന്ന് പറയും, ആദ്യത്തെ 1 കോടി പോയിട്ട് കോടിയെന്ന് പോലും സ്വപ്നങ്ങളില്ലാത്ത പലരോടുമാണ് ഇത് പറയുന്നത്. അപ്പോൾ ഒരു 30,000 രൂപ ശമ്പളമുള്ള ആളുകളായിരിക്കും, 30,000 രൂപ ശമ്പളവും ഉണ്ട്, 35 ലക്ഷത്തിൻ്റെ ചിലവും ഉണ്ട് എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ വരുന്നവരോട് അവർക്കും കോടീശ്വരനാകാൻ പറ്റുമോ? നമ്മളെ സംബന്ധിച്ച് ഒരു കോടീശ്വരനാകാൻ വേണ്ടി ലോട്ടറി ഒന്നും അടിക്കേണ്ട കാര്യമില്ല. ഈവൻ ഒരു 30,000 വരുമാനമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് പോലും അദ്ദേഹത്തിന് വേണമെങ്കിൽ കോടീശ്വരനാകാൻ പറ്റും. ഇവിടെ അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെന്റിന്റെ വാല്യൂ അല്ല, ഇവിടെ അദ്ദേഹത്തിന് വേണ്ട പേഷ്യൻസ് ആണ്. അതായത് നമുക്ക് 1 കോടി രൂപ സമ്പാദ്യം വേണം. ഓൺ ആവറേജ് ഒരു 12% റിട്ടേൺ കിട്ടുന്ന ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റിലൂടെ നമുക്ക് വ്യത്യസ്ത കാലയളവിൽ നിക്ഷേപിച്ചാൽ നമുക്ക് എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഇപ്പം 1 കോടി രൂപ 10 വർഷത്തിനുള്ളിൽ കണ്ടെത്തണമെങ്കിൽ ഏകദേശം ഒരു 43,000 മാസം ഇൻവെസ്റ്റ് ചെയ്യണം. എന്നാൽ അത് 15 വർഷമാണെങ്കിൽ 20,000 രൂപ മതി. ഇപ്പം 20 വർഷം നമുക്ക് സമയമുണ്ടെങ്കിൽ 10,000 രൂപ മതി. ഇനി 25 വർഷം സമയമുണ്ടെങ്കിൽ 5,300 രൂപ മതി. അതായത് 30,000 വരുമാനമുള്ള ഒരു വ്യക്തിക്ക് 43,000 രൂപ എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതേസമയം ഇദ്ദേഹത്തിന് വേണമെങ്കിൽ 10,000 രൂപ, അതായത് 20 വർഷം കൊണ്ട് വേണമെങ്കിൽ ഇദ്ദേഹത്തിന് 1 കോടി രൂപ കണ്ടെത്താൻ വേണ്ടി 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഈ 1 CR എന്ന് പറഞ്ഞ ഒരു സംഭവം അച്ചീവ് ചെയ്യാൻ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് സാധിക്കും. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ആദ്യത്തെ കോടി സമ്പാദിക്കുക അത് ഭയങ്കര ടഫാണ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു വലിയൊരു കല്ല് നമ്മൾ ഉരുട്ടി മലയുടെ മുകളിലേക്ക് ഇങ്ങനെ കയറ്റണമെന്ന് വിചാരിച്ചോ, എന്ത് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ബുദ്ധിമുട്ടാണ് നമ്മൾ ഈ ആദ്യത്തെ കോടി സമ്പാദിക്കുന്നത്. പക്ഷെ വൺസ് അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 2ാമത്തെ 3ാമത്തെ കോടിയൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് അച്ചീവ് ചെയ്യാം. അതായത് ഇപ്പം മലയുടെ മുകളിൽ നിന്ന് കല്ല് താഴേക്ക് ഉരുട്ടി വിടൂല്ലേ, അത്ര സിമ്പിളായിട്ട് നമുക്ക് അടുത്തടുത്ത കോടികൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ സാധാരണ വ്യക്തികളോട് പറയുന്നത്, ഇനി വരുമാനം കൂടട്ടെ എന്നിട്ട് നിക്ഷേപിക്കാം എന്ന് വിചാരിക്കാതെ നിങ്ങളുടെ ഇപ്പം നിലവിൽ എത്ര വരുമാനമുണ്ട് അതിൻ്റെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് ഫിക്സ് ചെയ്യുക. ആ ഫിക്സ് ചെയ്ത് ഇപ്പോൾ ഒരു 10% ആയിരിക്കും, ആ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. അടുത്ത വർഷം നിങ്ങൾ വരുമാനം കൂട്ടുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പെർസെൻറ്റേജ് അനുസരിച്ച് അയാൾ ഇൻവെസ്റ്റ്മെൻറ്റിനോടൊപ്പം തന്നെ ആ പെർസെൻറ്റേജിൻ്റെ എമൗണ്ടും കൂട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ ഗ്രാജുവലി കൂട്ടിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഏതൊരു സാധാരണ വ്യക്തിക്കും, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ 20 വർഷം കൊണ്ട് കോടീശ്വരനാകുന്നതാണ്. പക്ഷെ അദ്ദേഹത്തിന് വരുമാനം കൂടുന്നതനുസരിച്ച് അദ്ദേഹം നിക്ഷേപിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഒരു 10-15 വർഷം കൊണ്ട് തന്നെ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് കോടീശ്വരനാകാൻ സാധിക്കും.